ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 8 പരമപദപ്രാപ്തി. ശ്ലോകം 14. അനന്യചേതാഃ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭഃ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. വിവർത്തനം. അലയോ പാർത്ഥ, നിരന്തരമായ ഭക്തിയുത സേവനം മൂലം സ്ഥിരചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗനിഷ്ഠന് ഞാൻ സുപ്രാപ്യനാണ്. ഭാവാർത്ഥം: ഭക്തിയോഗത്തിൽ ഉറച്ചുനിന്ന് ഭഗവാനെ സേവിക്കുന്ന ശുദ്ധഭക്തന്മാരുടെ ആത്യന്തികമായ പ്രാപ്യസ്ഥാനത്തെ ഈ ശ്ലോകം വിവരിച്ചു തരുന്നു. ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി എന്നിങ്ങനെ 4 വിഭാഗത്തിൽപ്പെടുന്ന ഭക്തന്മാരെക്കുറിച്ച് മുമ്പ് പറഞ്ഞു. കർമ്മയോഗം, ജ്ഞാനയോഗം, ഹഠയോഗം എന്നീ പദ്ധതികളും നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഈ യോഗചര്യകളിലും ഒട്ടൊക്കെ ഭക്തി ഉൾച്ചേർന്നിട്ടുണ്ട്. ഈ ശ്ലോകമാകട്ടെ ജ്ഞാന, കർമ്മ, ഹഠയോഗങ്ങളുടെ സ്പർശലേശം പോലുമില്ലാത്ത ശുദ്ധഭക്തിയോഗത്തെയാണ് നിർദ്ദേശിക്കുന്നത്. യഥാർത്ഥ ഭക്തിയോഗത്തിൽ ഭക്തന് കൃഷ്ണനിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്ന് വെളിവാക്കുന്നു. അനന്യചേത എന്ന വാക്ക് സ്വർഗലോകവാസമോ ബ്രഹ്മജ്യോതിസുമായിട്ടുള്ള ഏകീഭാവമോ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തിയോ ശുദ്ധഭക്തൻ ആഗ്രഹിക്കുകയില്ല. അദ്ദേഹത്തിന് ഒരാഗ്രഹവുമില്ല. കൃഷ്ണനിൽ മാത്രമാണ് ആസക്തി. ചൈതന്യ ചരിതാമൃതം ശുദ്ധഭക്തനെ നിഷ്കാമൻ, സ്വാർത്ഥാഭിലാഷങ്ങളില്ലാത്തവൻ എന്നാണ് നിർവചിക്കുന്നത്. ഭക്തനു മാത്രമേ ശരിയായ സമാധാനമുള്ളൂ. സ്വാർത്ഥലാഭത്തിനായി പ്രവർത്തിക്കുന്നവർക്കില്ല. ജ്ഞാനിയോഗിക്കും, കർമ്മയോഗിക്കും, ഹഠയോഗിക്കും സ്വാർത്ഥ താൽപ്പര്യങ്ങളുണ്ട്. ശുദ്ധഭക്തനാകട്ടെ ഭഗവാനെ പ്രീണിപ്പിക്കണമെന്ന അഭിലാഷമേയുള്ളൂ. അതുകൊണ്ടാണ് തന്നിൽ ഉറച്ച ഭക്തിയുള്ളവന് താൻ സുപ്രാപ്യനെന്ന് ഭഗവാൻ അരുളി ചെയ്തതും. ഒരു ശുദ്ധഭക്തൻ കൃഷ്ണനെ ഏതെങ്കിലും വ്യക്തിരൂപങ്ങളിൽ എപ്പോഴും ആരാധിച്ചു പോരും. കൃഷ്ണന് പലവിധം പൂർണ്ണ വിസ്തരണങ്ങളും അവതാരങ്ങളുമുണ്ട്. ശ്രീരാമനും നരസിംഹവും അവയിൽപ്പെടുന്നു. ഒരു ഭക്തന് പ്രേമഭക്തി സേവനത്തോടെ മനസ്സിലുറപ്പിക്കാൻ ഭഗവാന്റെ ഏത് ദിവ്യരൂപത്തെയും തിരഞ്ഞെടുക്കാം. മറ്റുവിധം യോഗചര്യകളിൽ ഏർപ്പെടുന്നവർക്ക് നേരിടാറുള്ള വിഷമപ്രശ്നങ്ങളൊന്നും അങ്ങനെയുള്ളൊരു ഭക്തനെ ബാധിക്കാറില്ല. അത്യന്തം പവിത്രവും ലളിതവും സുഖകരവുമത്രേ ഭക്തിയോഗം. ഹരേ കൃഷ്ണ നാമം ഉരുവിട്ടുകൊണ്ടു തന്നെ അത് ആരംഭിക്കാം. ഭഗവാൻ ഏവരിലും ദയാലുവാണ്. എന്നാൽ മുമ്പ് വിവരിച്ചതുപോലെ തന്നെ ഏകാഗ്രതയോടെ സേവിച്ചു പോരുന്നവരിൽ അദ്ദേഹം വിശേഷിച്ചും കനിവ് കാട്ടുന്നു. അവരെ പല വിധത്തിലും സഹായിക്കുകയും ചെയ്യുന്നു. വേദഗ്രന്ഥങ്ങൾ ഖഡോപനിഷത്ത് 1:2-23 ഘോഷിക്കുന്നു: യമേ വൈശ വൃണുതേ തേന ലഭ്യ തസ്യേഷ ആത്മാ വിവൃണു തേതനും സ്വാ. സമർപ്പിതനായി ഭക്തിയോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ അവിടുത്തെ അതേപടി അറിയുന്നു. ദദാമി ബുദ്ധിയോഗം തം. ഭഗവത്ഗീത 10:10. അത്തരം ഒരു ഭക്തന് ആധ്യാത്മിക ലോകത്തിൽ ഭഗവാനെ പ്രാപിക്കാൻ കഴിവുണ്ടാകത്തക്ക വിധം ബുദ്ധിവൈഭവം നൽകപ്പെടുന്നു എന്നർത്ഥം. കാലദേശഭേദം കൂടാതെയും വ്യതിചലിക്കാതെയും എല്ലായ്പ്പോഴും കൃഷ്ണനെപ്പറ്റി ചിന്തിക്കുന്നു എന്നതാണ് ശുദ്ധഭക്തൻ്റെ സവിശേഷ ഗുണം. ഇതിന് യാതൊരു വിഘ്നവും ഉണ്ടായിക്കൂടാ. എവിടെ വെച്ചും ഏതു സമയത്തും ഭഗവാനെ സേവിക്കണം. ഭക്തൻ വൃന്ദാവനത്തിലോ ഭഗവത് സമ്പർക്കമുണ്ടായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലോ താമസിക്കണമെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഒരു പരിശുദ്ധ ഭക്തന് എവിടെ ജീവിച്ചാലും തൻ്റെ ഭക്തിപൂർവകമായ സേവനം കൊണ്ട് ആ സ്ഥലത്ത് വൃന്ദാവനത്തിലെ അന്തരീക്ഷമുണ്ടാക്കാം. അദ്വൈതാചാര്യൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് പറയുന്നു: ഭഗവാനെ, അങ്ങ് എവിടെയുണ്ടോ അവിടം വൃന്ദാവനമാണ്. സതതം
നിത്യശ എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും എന്നും മുടങ്ങാതെ ഒരു ഭക്തൻ കൃഷ്ണനെ സ്മരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ആർക്ക് ഭഗവാൻ സുപ്രാപ്യനാകുന്നുവോ ആ ശുദ്ധഭക്തന്റെ സവിശേഷ ഗുണമാണിത്. മറ്റേതൊന്നിനേക്കാളും ശ്രേഷ്ഠമായാണ് ഭഗവത്ഗീത ഭക്തിയോഗത്തെ കാണുന്നത്, നിർദ്ദേശിക്കുന്നത്. ആരാധനാ പദ്ധതി അനുസരിച്ച് ഭക്തിയോഗികൾ 5 വിധമുണ്ട്. 1. ശാന്തഭക്തൻ, നിഷ്പക്ഷ ഭാവേന ഭക്തിപരമായ സേവനത്തിലേർപ്പെടുന്നവൻ. 2. ദാസ്യഭക്തൻ, ദാസനെപ്പോലെ സേവിക്കുന്നവൻ. 3. സഖ്യഭക്തൻ, സുഹൃത്തിനെപ്പോലെ കൃഷ്ണനെ സേവിക്കുന്നവൻ. 4. വാത്സല്യഭക്തൻ, മാതാപിതാക്കളെപ്പോലെ സ്നേഹിക്കുന്നവൻ. 5. മാധുര്യഭക്തൻ, കൃഷ്ണനെ സ്വയം പ്രേമഭാജനത്തെപ്പോലെ സേവിക്കുന്നവൻ. ഏതു വിധത്തിലായാലും ശുദ്ധഭക്തൻ പ്രേമപൂർവം ദിവ്യമായ ഭഗവത് സേവനത്തിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഒരിക്കലും കൃഷ്ണനെ വിസ്മരിക്കുവാൻ കഴിയില്ല. നിമിഷ നേരത്തേക്ക് പോലും ശുദ്ധഭക്തന് കൃഷ്ണനെ മറക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ സുപ്രാപ്യനാണ്. അതിനാൽ ഭഗവാനും സ്വഭക്തനെ ക്ഷണനേരം പോലും മറക്കാൻ കഴിയുകയില്ല. ഇതത്രേ കൃഷ്ണാവബോധത്തോടെ അനുഷ്ഠിക്കപ്പെടുന്ന ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രോച്ചാരണത്തിൻ്റെ ശ്രേഷ്ഠത. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.